ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം താരങ്ങളെല്ലാം പങ്കെടുത്ത പരിപാടിയായിരുന്നു അപ്സരയുടെ പിറന്നാൾ ദിവസം. ആദ്യമായാണ് ഇത്രയും ഗ്രാൻഡായി ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് അപ്സര പറഞ്ഞു. തനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും അടുത്ത സുഹൃത്തുക്കൾ ഇല്ല. എന്നാൽ ബിഗ് ബോസിൽ നിന്ന് വന്നതിനു ശേഷം തനിക്ക് കിട്ടിയ സമ്പാദ്യം തൻ്റെ നല്ല സുഹൃത്തുക്കളാണെന്ന് അപ്സര പറയുന്നു. ഒരു വീട് പോലെ തങ്ങളെല്ലാവരും അവിടെ കഴിഞ്ഞു, അവരെ മിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് കിട്ടിയത് നല്ല കുറേ സുഹൃത്തുക്കളെയാണെന്നും അപ്സര പറഞ്ഞു. ഗബ്രിയും ജാസ്മിനും സിജോയും നന്ദനയും ഉൾപ്പെടെ എല്ലാവരും അപ്സരയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ എത്തിയിരുന്നു. വാച്ചാണ് ജാസ്മിൻ അപ്സരയ്ക്ക് പിറന്നാൾ സമ്മാനമായി നൽകിയത്. എല്ലാവരും അപ്സരയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇതിനിടയിൽ ഗബ്രിയുടെ പാട്ടാണ് ഏവരെയും ശ്രദ്ധയാകർഷിച്ചത്. മൗനം സ്വരമായി നിൻ പൊൻവീണയിലെന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ഗബ്രി ആസ്വദിച്ചത്. പിന്നെയും ഒരു പാട്ടുകൂടി വേണമെന്നുള്ള ആളുകളുടെ നിർബന്ധപ്രകാരം ഗബ്രി വീണ്ടും അരികത്തു കണ്ടാൽ അറിയാത്ത ഭാവം എന്നുള്ള പാട്ടും പാടി. ഇത് ജാസ്മിൻ ആസ്വദിക്കുകയും ചെയ്തു. ഗബ്രിയോടൊപ്പം കൂടെ പാടുന്ന ജാസ്മിനെയും കാണാം. ഗബ്രിയുടെ പാട്ട് അടിപൊളിയായിട്ടുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഏതായാലും ഗബ്രിയുടെ പാട്ട് പൊളിച്ചുവെന്നും കമൻറ്റുകൾ വരുന്നുണ്ട്. ഗബ്രി എന്തായാലും നന്നായി തന്നെ പാടി. അപ്സരയ്ക്ക് പിറന്നാളിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണിതെന്നും പ്രേക്ഷകർ പറയുന്നു. അപ്സരേച്ചി അടിപൊളിയാണെന്നും ടോപ്പ് 5-ൽ എത്തേണ്ടതായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. അതിനു മുന്നേ ചേച്ചി എങ്ങനെ പുറത്തായതെന്ന് അറിയില്ല. എന്തായാലും സിനിമയിൽ അഭിനയിക്കണമെന്നാണ് ചേച്ചിയുടെ ആഗ്രഹം. അതെത്രയും വേഗം നടക്കട്ടെ എന്നും ജാസ്മിൻ ആശംസിച്ചു. ജാസ്മിനും ഗബ്രിയും അടക്കം എല്ലാ താരങ്ങളും ഒരുമിച്ചെത്തിയ പൊതുപരിപാടിയായിരുന്നു ഇത്.